ഉപ്പുമാവ് എൻ്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും നോക്കാം. റവ അഥവാ സെമോലിന ദുറും അല്ലെങ്കിൽ പാസ്ത എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി വീറ്റ് ഗോതമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം ഉപ്പുമാവിൻ്റെ ഗ്ലൂക്കോസ് സ്പൈക്ക് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പുമാവ് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അതിൻ്റെ എത്രത്തോളം സ്പൈക്ക് തരുന്നുള്ളതും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഉപ്പുമാവ് രസതലി പഴമാണ്. എന്തായാലും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ അതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും അത് കഴിച്ചതിന് ശേഷം ഈ CGM സെൻസർ വഴി എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്ക് എൻ്റെ ബോഡിയിൽ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഉപ്പുമാവ് കഴിക്കുന്ന മുന്നേ റീഡിങ് കാണാം. അത് 87 ആയിരുന്നു. ഉപ്പുമാവ് കഴിച്ച് 1 hourന് ശേഷം ഇതാണ് റീഡിങ്. അത് 200 വരെ സ്പൈക്ക് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ചെയ്തതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു. അത് 197 വരെ പോയി. അപ്പോൾ ഉപ്പുമാവ് അത് നേരെ 200 ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇത്രത്തോളം സ്പൈക്ക് നമുക്ക് ഓൾമോസ്റ്റ് കേരള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനത്തെ സ്പൈക്കിൽ ഡെയിലി ഒരു ലോങ് ഡ്യൂറേഷൻ എടുക്കുകയാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ്. കാര്യം ഡേഞ്ചറസ് ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസ് എന്നുള്ള അസുഖത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. ഇത്രത്തോളം സ്പൈക്ക് തരുന്ന ഒരു ഫുഡും നമ്മളെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അടുത്ത ഏത് ഫുഡ് ഞാൻ ട്രൈ ചെയ്യണമെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക.